ഹലോ എവരിവൺ, ഞങ്ങളുടെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ വീണ്ടും സൗദിയിലേക്ക് കടന്നിരിക്കുകയാണ്. 2 വീക്സ് ആയതേ ഉള്ളൂ സൗദിയിൽ നിന്ന് വന്നിട്ട്. നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഇപ്പോൾ വിസ 1 വർഷത്തേക്ക് ഉള്ളതുകൊണ്ട് അല്ലേ അടുത്തുമാണ്. പക്ഷേ ലാസ്റ്റ് ടൈമിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു വിത്തിൻ 30 മിനിറ്റ്സ് നമ്മൾ ബോർഡർ കടന്ന് സൗദി എത്തിയപ്പോൾ ആക്ച്വലി എല്ലാം ഒരു വ്യത്യാസം. കടകൾ ഫസ്റ്റ് കാര്യം നമ്മൾ ഇറങ്ങിയുണ്ട് സിം എടുത്തു. കാര്യം ലാസ്റ്റ് ടൈം ഒരുപാട് പൈസ ആയത് നമ്മളെ ഖത്തറിലെ നമ്പർ റോമിങ് ആക്കിയതിലാണ് അല്ലേ. അപ്പോൾ സിം എടുത്തു. സിമ്മിന് ഓൾമോസ്റ്റ് 70 റിയാലായി. ബട്ട് കൊള്ളാം, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും റെഗുലറായിട്ട് വരുന്നതുകൊണ്ട് അത് കിടക്കട്ടെ. അപ്പോൾ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് സൺസെറ്റ് എന്ത് രസമെന്ന് അറിയോ ഇവിടെ കാണിച്ചു തരാം. സൺസെറ്റ് എന്ത് രസമെന്ന് കണ്ടോ. ഫുള്ള് അങ്ങോട്ടൊക്കെ ഡെസേർട്ട് കണക്കുള്ള സ്ഥലമാണ്. നമ്മൾ പോയ സ്ഥലങ്ങളിൽ തന്നെയാണ്, അതായത് ഇൻസൈഡ് സൗദി റോഡൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എനിക്കത് പറയണ്ട. അതെ, ഇപ്രാവശ്യം നമ്മൾ 3 പേരേ ഉള്ളൂ. അങ്ങനെ സൗദിയിൽ എത്തി, സേഫായിട്ട് എത്തി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മള് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്ത് നത്തിന്റെ വീടാണിത് ഇവിടെ സൗദിയിലുള്ള. അവിടെ നമുക്ക് അക്കോമഡേഷന് പോവാൻ നല്ല ഉറക്കം എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മളെ വണ്ടി എടുക്കുന്നില്ല. നമുക്ക് ഇവിടുന്ന് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം, സമയമില്ല. കങ്കാരു ബാഗ് എവിടെ കിടക്കുന്നത് ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു അല്ലേ. അനസ പോയിട്ട് കേട്ടോ. രണ്ടുപേരും ബാക്കി ഇരിക്കാമെന്ന് തീരുമാനിച്ചു. വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സൗദിയിലെ ഇൻസൈഡ് റോഡുകളും വീടുകളും. ഇതാണ് അങ്കിളുടെ കട. മുഖത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് പോയി. ഇരുട്ടും 5 മണി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഒരു സൽക്കാര റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ നേരിട്ട് ഓപ്പോസിറ്റാണ്. ഖത്തറിൽ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എടുത്തു കോട്ടൺ ക്യാൻറ്റീന്ന് ഒരു ഐസ്ക്രീം ഉണ്ട്. ഇതവിടെ 3 റിയാലാണ്, ഇവിടെ 2 റിയാലേ ഉള്ളൂ. ഓരോന്ന് ഓരോ രീതിയിലെ വില. അത് സ്ലൈസ് കണക്കുള്ള വല്ലതും ഉണ്ടോ? സൗദി ഒരു സൂപ്പർ മാർക്കറ്റ് വേണ്ട. അവിടെ എഴുതി വെച്ചേക്കും. ലേഡീസൊക്കെ ഡ്രൈവ് ചെയ്ത് പോകും. ഇങ്ങനെ ഡെസേർട്ട് വഴി പോയപ്പോൾ ഫുള്ള് നമുക്ക് തോന്നിയത് ഇങ്ങനെ കിടക്കുക, ഒരു ബന്ധമില്ല, ഇങ്ങനെ ഡെസേർട്ട് കിടക്കുക. പക്ഷെ ഞാൻ ഇന്ന് ജിസാനെ അടുത്ത് സംസാരിച്ചു. ജിസാനൊക്കെ അവിടെയുള്ള സിമെന്റ് ഫാക്ടറി ആ വഴിയൊക്കെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഫെമിലിയർ, അതൊരു എന്താ പറയുക, അൺനോൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണ്, നിങ്ങൾ സ്ഥിരം റൂട്ട്. എല്ലാം നല്ല രസമായിട്ട് ഇങ്ങനെ ഇവർക്ക് എന്റർടൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിട്ട് ഏതൊക്കെ ഏകട്ടി കാഴ്ചകളെ കാണണ്ട്. 5 റിയാലാണ് മെയിനുള്ള ഫുഡ്. 10 റിയാലാണ് ടിക്കറ്റ്. നിന്റെ തന്നോ? സൗദിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ സൗദിയിൽ കാണാനായിട്ട്. ഇതൊക്കെ നോക്കിയാൽ രാജസ്ഥാനൊക്കെ കണക്കിരിക്കുന്നു. കറക്റ്റ് സൺസെറ്റിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ സ്ട്രോബെറി പാർക്ക്, അത് കണക്ക് കുറേ ചെറിയൊരു ആനിമൽസിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോവുക. നമ്മൾ ഫസ്റ്റ് ബോട്ടിങ് എടുത്ത്, ബിക്കോസ് സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ബോട്ടിങ് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പം പിന്നെ അതിൽ കയറാം. എത്ര മീനായിരുന്നു ഏതാ കണ്ട അമ്മ നീ താന്നാരി. മാറ്റി പിടിക്കാം. നമ്മ ഫിഷിന് മെയിൻ തീറ്റ കൊടുത്ത് കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ഇടിട്ട് നീട്. ഏകട്ടി കാര്യമായിട്ട് നോക്കിട്ട് ഏകട്ടി ഫിഷിനെ നോക്കുന്നു. പിടിക്കാൻ പോന്ന കിട്ടൂലടാ.
ഓപ്പോസിറ്റ് ഇരിക്കേ, ഓപ്പോസിറ്റ് ഇരിക്കേ. രണ്ട് പാട്ടേ പറ്റുള്ളത്. വേദ ഫാദറുടെ ഫസ്റ്റ് ബോട്ട് ട്രിപ്പാണ്. അത് സൗദിയിൽ. നീ അറബി കൊച്ചാണോ? ചിരിക്കണേ വേദക്കുട്ടി, നീ അറബി കൊച്ചാണോ? ഭയങ്കര ചിരി. വേദ 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 എവിടെ പോണ്? എവിടെ പോണ്? വേദ 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 എവിടെ പോണ്? വീട് കൂടുന്നതാ അങ്ങനെ ഇരുന്നാ. പക്ഷേ ഈ ചെറിയ സെറ്റപ്പിലേ, ഈ ചെറിയ സെറ്റപ്പിലേ, വാവ് നോക്കടി, വാവ്. എങ്ങനെയുണ്ട്? ഹൗ ഇസ് യുവർ ഫസ്റ്റ് ബോട്ട് ട്രിപ്പ്? എൻജോയ്? വേദ വേദ യു ആർ എൻജോയിങ്? ഏതാ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് നമുക്കും ഒരു ഭയങ്കര ഡിഫറെന്റ് അനുഭവം. കാര്യം ഇത് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നല്ലേ. ചാനലാണ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ഉണ്ട്, മറ്റേ കാട്ടാക്കട നെയ്യാർ ഡാമിൽ നിന്നൊക്കെ ഇങ്ങനെ ചാനലുണ്ട്. പക്ഷെ അവിടെ ഒന്നും ബോട്ടിംഗ് ഒന്നും ഇല്ല. സ്പീഡ് വളമൊക്കെ തിന്ന് ഭയങ്കര കിടന്ന് ട്രൈ ചെയ്യണം. എൻ്റെ അമ്മേ ശരിയാണ്. ഓ നമ്മൾ ഫസ്റ്റ് ബോട്ടിങ് എടുത്ത നല്ലതല്ലേ. അവിടെ ഇരുന്നോ? നീ അവിടെ പോയിരുന്നോ? ഇതുണ്ടോ വെള്ളത്തിന്റെ ഇതനുസരിച്ചിട്ടാണ് അവർ ഇത് ഓട്ടിക്കുന്നത്. ഒരു സമ്മതിക്കണേ ഇതിനകത്തൂടെ കയറി പോണതേ. തിര വരുന്നേണ്ടാ ഇതിനകത്തൂടെ ബോട്ട് തട്ടാതെ ഓട്ടിക്കുന്നതിന് സമ്മതിക്കണം കേട്ടോ. വേദ വേദ ഹലോ വേദ ഹലോ ഹലോ. എന്ത് എവിടെ പോണ ഫ്രണ്ട് വേദ വേദ എവിടെ പോന്ന്? എവിടെ പോന്ന്? പക്ഷേ അന്ന് കുട്ടികളെ കണ്ട് ഇവിടെ ആയിരുന്നു. നമ്മള് സെൽഫി സ്റ്റിക്ക് ആക്ച്വലി വണ്ടിക്കകത്തായി പോയി, അത് എടുക്കാൻ പറ്റിയില്ല. അടുത്ത സ്ട്രോബെറി പാർക്കിലാണ് നമ്മൾ കയറുന്നത്. സ്ട്രോബെറി പാർക്ക് 10 റിയാൽ കയറാൻ ഒരാൾക്ക്, 15 റിയാൽ. അതാണ് ഇതായിരിക്കുന്ന നമുക്കൊരു ചെറിയ ബോക്സ് 15 റിയാൽ. സ്ട്രോബെറി പ്ലക്ക് ചെയ്തെടുക്കാം നമുക്ക്. വേണ്ട, സ്ട്രോബെറി 15 റിയാൽ ഇപ്പോൾ വേണം. ഇവർക്ക് ഇഷ്ടമല്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനെന്നെ കഴിച്ചപ്പോൾ മാറി. ഇവിടുത്തെ വീൽ ചെയ്തോണുണ്ട്. സൗദികളിവിടെ ഇതൊരു ലോക്കൽ അവർ ജീവിക്കുവാണ് ഇവിടെ. മനസ്സിലായി. നമ്മൾ ദുബായ് ഇവിടെ ഖത്തറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ പ്യുവർ ലൈഫ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ ഇംഗ്ലീഷ് നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മളവിടുത്തെ ലോക്കൽ ആൾക്കാർ ജീവിക്കുന്ന കണക്ക് ഒരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവർ ഇവിടെ അവരുടെ സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന കണക്ക് അല്ലേ. ഏതാ ആദ്യമായിട്ട് ബോട്ടിൽ കയറാൻ സൗദി അറേബ്യയിൽ വരേണ്ടി വന്ന് അല്ലേ. 15 റിയാലും സേവ് ചെയ്തു. 15 റിയാലും കൂടെ ഉണ്ടെങ്കിൽ ഇത് പ്ലക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേണ്ട എന്തിനാണ് ചോദിക്കാനായിട്ട്. അയ്യോ ഇതൊക്കെ ഒരു പഴയ സെറ്റപ്പ് അല്ലേ. വാവ്, പക്ഷേ ഫാം ആനിമൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ തത്ത ഇതെങ്ങനെ ഇതിനകത്ത് തണുപ്പിച്ച് നല്ലൊരു വൈബാക്കി വെച്ചേക്കുന്നത് അല്ലേ. ഇതാണോ സ്ട്രോബെറി? ടച്ച് ഇത് കണ്ടോ എടി. അമ്മ റൈറ്റ് സൈഡ് എന്തോ ഒരു ഈച്ച ഉണ്ട് കേട്ടോ. കൊച്ചിനെ നോക്കിക്കോ. ഇതെന്തോ? ഓ ഇത് ഹ്യൂമിഡിറ്റി ഫാൻ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. വെള്ളം ഇങ്ങനെ ഇട്ടിട്ടേ. ഓ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെ ഇത് ചെയ്തേക്കുന്നതാണ്. ഗ്രീൻ ഹൗസാ ആ സെറ്റപ്പ്. പക്ഷെ ഇത് കണ്ടിട്ട് പേടിയാവുന്നു എനിക്ക്. ഇതുമാതിരി ഇരിക്കുന്നത് ഫിൽറ്റർ വെച്ചിട്ട് ആ വെളിയിൽ വെള്ളം വീഴ്ത്തിക്കൊണ്ട് ഫാൻ വെച്ചിട്ടുള്ള പരിപാടി. ഇത് നോക്കടാമോ? ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ? പ്ലക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്. അത് ശരിയാ. പച്ച ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഓരോന്നും ഓരോ ചെടിയാന്ന് തോന്നുന്നു കേട്ടോ. വേദക്കുട്ടി സ്ട്രോബെറി
ഇത് നോക്ക്, ഏത് കിട്ടി ഇത് നോക്ക്, അവള് മേളിലേക്കാണ് അവളുടെ കാഴ്ചപ്പാട്. ഇതിൽ കാണിക്കും, ഇത് കാണിക്കും. പിടിക്കാൻ നോക്കാളൂ സ്വന്തമായിട്ട്. സ്ട്രോബെറി ഇങ്ങനെയാ ഉണ്ടാക്കുന്ന കേട്ടോ, ഇങ്ങനെയും പറ്റും. ഇവിടെ ഗൾഫിൽ പപ്പായ ഉണ്ട് ആദ്യമായിട്ട്. എന്നെ തന്നെ കിട്ടിയ സ്ഥലത്തിൽ അവരൊരു പപ്പായ വളർത്തുന്നുണ്ട്. പപ്പായ നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണെങ്കിൽ ഇത് സൂപ്പറായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ തകർത്ത് പിടിച്ച് പ്ലക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് എന്തോ ഒരു അലർജി കണക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ ജീവികളൊക്കെ ഉണ്ട്. ഇവരൊരു സ്പെഷ്യൽ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടേ എനിക്കത് പിടിക്കണില്ല. നേരെ നിൽക്കുകയാണ് കേട്ടോ, കഴിവാതെ കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ പ്ലക്ക് ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പ്ലക്ക് ചെയ്യുന്നില്ല. ആ ജീവി പറക്കുന്നുണ്ട്. ഇത് നോക്കണോ, ഇതിൻ്റെ വലുപ്പം കണ്ടോ. പക്ഷെ ഇത് പെയിന്റ് അടിച്ചണക്ക് ഇത് വരുന്നതാണല്ലോ, കെമിക്കലും അടിച്ചിട്ടാണോന്ന് അറിയില്ല. പോട്ടെ പോ പ്ലക്ക് ചെയ്യുന്നവര് നല്ലത് നോക്കി പ്ലക്ക് ചെയ്യാം. ആ ബോക്സ് നിറയെ പ്ലക്ക് ചെയ്യാന്നാണ് പറയണത്. നമ്മൾ ഇറങ്ങുവാണ് കാര്യം. അതിനകത്ത് ഒരു അലർജി കണക്ക് കുറെ ഇങ്ങനെ ഉണ്ട്, ചെറിയ പ്രാണികൾ വറക്കുന്നുണ്ട്. എനിക്ക് അലർജി കണക്ക് വരുന്നുണ്ട്. ബെറ്റർ എസ്കേപ്പ്. ഓ ആ, ഇത് എന്തോ ഡിഫറൻസ് ഉണ്ട്. എന്താ അമ്പലിലേക്ക് കണ്ട് കട വെച്ചിട്ടല്ലേ? ഓ നോക്കടിയമ്മ, ഇങ്ങോട്ട് തിരി. ഇവിടെ ടിക്കറ്റ് ഉണ്ടോ ഏട്ടാ? ആ, അവിടെ നിന്ന് എടുക്കണേ. ഇത് തന്നെ ഇവിടെ നോർമൽ റെസ്റ്റോറൻ്റ് ആണോ? അതെ, ആ ബുഫേ കണക്കാന്ന് തോന്നുന്നു അല്ലേ? ആ ഇവിടെയൊക്കെ ടൂറിസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സ്ഥലം അയ്യോ ഒരു ഈസിയായിട്ട് നൈസ് വൈബാക്കി വെച്ചേക്കണം കേട്ടോ. അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഏതാ ഹാപ്പി ആൻഡ് ഇത്രയും കളർഫുള്ളായിട്ട് ഏതാ? വാ നമുക്ക് ഇവിടെ എന്താന്ന് നോക്കാം ഇനി. ലൈറ്റ് ഒക്കെ ഇട്ട് പൊളിയാക്കി വെച്ചേക്കാണല്ലോ. വേണമെങ്കിൽ അവിടേക്ക് ഇരുന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് വണ്ടി കയറി പോയായിരുന്നല്ലേ? ആ, രാത്രിയായിട്ടൊന്നും മനസ്സിലാവില്ല. കാരണം ഇവിടെ ഉള്ളത് പശുവിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള പശുവൊക്കെ അത്ഭുതമാണല്ലോ. നമുക്ക് ഈ റൈറ്റാണോ പോകേണ്ടത്? ഇങ്ങോട്ട് പോകുമ്പോ ആക്ച്വലി ഇത് ആ കാണുന്ന എല്ലാ ഹോട്ടലാണ്, ഹോട്ടൽ റൂംസ് ആണ് കേട്ടോ. നമുക്ക് സൗദിയിൽ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ നമുക്ക് താമസിക്കാം ഒരു ദിവസം. 100 റിയാൽ 120 റിയാലൊക്കെ. എവിടെ പോകുന്നു നമ്മൾ രണ്ടുകൂടി ഇങ്ങനെ കയറി ഇങ്ങനെ നടക്കുകയാണ്. ഇതിനകത്ത് ഫുള്ള് മൃഗങ്ങളാണ് കേട്ടോ. ആ കാട് കണക്കല്ലേ. വേദര ആദ്യത്തെ ബോട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് വേദര ആദ്യത്തെ കുതിര സവാരി. 15 റിയാല്, ഒട്ടകമാണെങ്കിൽ 10 റിയാല്. കുതിര കിടക്കുന്നുണ്ട്. ഇത് കുതിരയുടെ മേളിൽ കയറാനുള്ളതാണ് കേട്ടോ. അതുകൊള്ളു ഹോഴ്സ് റൈഡിന് വേണ്ടിയുള്ളത്. ചവിട്ടിയിടുക കുതിര തന്നെ. അപ്പുറത്ത് ഒട്ടകമുണ്ട്. ഇവിടെ ഒരു കുതിര, ഇവിടെ ഒരു കുതിര. ആ കുതിര വന്ന ബഗ്ഗി റൈഡ് അവിടെ. എടി ഗോകാട്ടിങ് കണക്കാ ബഗ്ഗി റൈഡ്. ഹലോ കുതിരേ. കുതിരനെ കടുത്ത് വെച്ചിട്ട് എടി ഇവിടെ കൊണ്ട് കാണിക്ക്. ഇറങ്ങിയ ഇവിടെ ഉത്സവപ്പറമ്പ് കണക്ക് സ്വർഗത്തിൽ നിന്നൊരു വണ്ടിയുണ്ട്. ഹലോ, പക്ഷെ നല്ല ഭംഗിയല്ല കുതിര ഏട്ടാ. തൊട്ടോട്ടെ വരുമോ? ദേഷ്യത്തിലാണോ? ദേഷ്യം കട്ട കലിപ്പിലാണോ? അത് സ്റ്റാച്ചു കണക്ക് ഇരിക്കുന്നു. നല്ലൊരു പരിചയം, മനുഷ്യരായിട്ടൊരു പരിചയം കാണിക്കണ്ടേ? ഇത് ഈ കുതിര വേറെ കളറ്. ഒരു ചെളിയൊക്കെ ബഗ്ഗി എത്ര രൂപ നോക്കി. പക്ഷെ ഇത് ഭയങ്കര ചെറുതാ. നീ ഇതുകൊണ്ട് മറിക്കോ? നിനക്ക് ഓട്ടിക്കണോ? എന്നാ ഓട്ടിക്ക. ഇത് കൊള്ളത്തില്ല, ഈ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. കുട്ടി കുതിര. ഹലോ, ഇത് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഹലോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയ കുതിര. ആ എന്താണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. ഹെയർ സ്റ്റൈൽ കണ്ടോ?
ഫ്രീക്കാണ് ഫ്രീക്ക് കുതിര. ഒട്ടകം റെസ്റ്റിങ്ങിലാണ്. കുറുക്കനെ അടുത്ത് വെച്ച് കാണാത്തവർക്കായി കുറുക്കൻ. ഡേയ് ഇങ്ങോട്ടോ, ഇതിന് പേടിയില്ല കേട്ടാ. ഞാൻ ആദ്യമായിട്ട് ഇതിന് അടുത്ത് വെച്ചാണ്. ഇത് ഫോക്സ് അല്ലേ ഡി? അത് അടിപൊളി കൊമ്പൻ മാൻ. കൊമ്പ് ഉണ്ടോ അതിൻ്റെ? അതിന് മയിലിനെയൊക്കെ ഒരുമിച്ചിട്ടേക്കുന്നു. രാവിലെ വന്നതിനെ കാണാൻ അത്രയും അടുത്ത് വെച്ച് കാണാൻ വരും കണ്ട. ഇത് ദേഷ്യത്തിലാണ്, ഇത് ഇങ്ങനെ പറന്ന് നടക്കേണ്ടല്ലേ. ഇതിൻ്റെ സൗണ്ടാണ് ഇത് കണ്ടോ. എന്താടാ ചിറക് വിരിച്ചിരിക്കുന്നു അല്ലേ. ഹോട്ടലിൻ്റെ കൺസെപ്റ്റൊക്കെ ഇങ്ങനെയാണല്ലോ. ഇവിടെ ഫാം ഹൗസ് കണക്ക് വന്ന് ഇങ്ങനെ റൂമൊക്കെ എടുത്ത്. എത്ര രൂപയാണ് റൂമിനെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. വാവ ഉറങ്ങി. ബാഗും സ്റ്റോളറും എടുത്തില്ല. നമ്മൾ അത്രയ്ക്ക് ആവശ്യം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ലല്ലേ. ഞാൻ ചേർത്ത് തന്നെ പ്രോപ്പർ സൗദി ഫുഡ് കഴിക്കണം. എനിക്ക് മറ്റേ ഗ്രില്ലും, അതായത് മറ്റേ സ്കീവേഴ്സ് സ്റ്റിക്കിലുള്ളതും ജർജീറും റൊട്ടിയൊക്കെ ആയിട്ട്. അപ്പൊ നീ എന്താ പറയുന്നത്? ഞാൻ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോ മുകളിൽ ആളുകളിരുന്ന് കഴിക്കണുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സൂപ്പർ സ്ഥലമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരെ യൂട്ടേൺ അടിച്ച് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നു. എന്തായാലും ഫുഡ് പ്രോപ്പർ സൗദി ഫുഡിനെ കുറിച്ച് കുറെ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിച്ചു നോക്കാം. ഗോൾഡൻ ലിഫ്റ്റൊക്കെ ഉണ്ട്. മേലെ പോയാൽ റൂമായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാം. വേണ്ട റൂമൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ. ഫുഡ് വന്നിട്ടേ ഇതാണല്ലോ ജർജീർ എന്ന് പറഞ്ഞാൽ. ബെറീസ് ഒക്കെ എക്സ്പെൻസീവ് ആണ്. ഈ ബെറീസിന്റെ ഒരു 10 വരുന്ന പീസ് ഇല്ലേ, ഇത് ഖത്തറില് 15 വരുന്ന പീസ് ഒരു 18 റിയാലൊക്കെയാണ്. അമ്മായി അപ്പം സൗദി അറേബ്യ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടിപൊളി. ചോയ്സ് വേണോ? ക്യാമറ കൊണ്ട് വേണം. അപ്പം ടോയ്സും കൂടെ മേടിക്കുന്നത്. എന്തായാലും ഇതിവിടെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വ്ലോഗ് കാണുമ്പോഴേക്കും ബൈ.